ഹലോ, നമ്മളപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് എന്താണെന്ന് പറഞ്ഞു. അതായത് ഇഫ് എൽസ് ബ്ലോക്ക്. അതായത് എൻ്റെ കയ്യിലുള്ള ഞാൻ അതിന് എക്സാമ്പിൾ പറഞ്ഞത് ബസ്സിൽ ടിക്കറ്റ് എടുക്കുന്നതായിരുന്നു. ബസ്സിലെ ടിക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 15 രൂപയും എൻ്റെ കയ്യിലുള്ളത് 10 രൂപയുമാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ക്യാഷ് എന്താണ്? എൻ്റെ കയ്യിലുള്ള ക്യാഷ് എന്ന് പറയുന്നത് 10 രൂപ. ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് എഴുതാം. എൻ്റെ കയ്യിലുള്ള ക്യാഷ് ഇപ്പോൾ എത്ര രൂപയാണ്? 10 രൂപയാണ്. ബസ്സിൻ്റെ ടിക്കറ്റ് എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 15 രൂപയാണ്. അപ്പം ഞാൻ എന്തായിരിക്കും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്? എൻ്റെ കയ്യിലുള്ള ക്യാഷ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എത്രയാണ്? ബസ് ടിക്കറ്റ് ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാവൽ ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? അല്ലേ? ഇനി എൽസ് പാർട്ടിൻ്റെ അകത്ത് എന്താണ് കൊടുക്കാൻ പോകുന്നത്? അപ്പോൾ അതായത് ഫസ്റ്റ് വന്ന് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ക്യാഷ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബസ് ടിക്കറ്റ് ആണോ? അതായത് 10 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 15 ആണോ? അല്ല. 10 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 15 അല്ല. അപ്പോൾ അത് എങ്ങോട്ട് പോകും? ഇതിൻ്റെ അകത്ത് കയറുമോ? ട്രാവലിൻ്റെ അകത്ത് കയറുമോ? ഇല്ല, നേരെ എൽസ് പാർട്ടിൻ്റെ അകത്തോട്ട് പോകും. എൽസ് പാർട്ടിൽ എന്തുവാ പറഞ്ഞിരിക്കുന്നത്? കനോട്ട് ട്രാവൽ എന്ന് പറയും. ഇനി ഇവിടെ നമ്മൾ ആകെ ഒരു ഒറ്റ കണ്ടീഷനെ ചെക്ക് ചെയ്യുന്നുള്ളൂ. എൻ്റെ കയ്യിലുള്ള ക്യാഷ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബസ് ടിക്കറ്റ് ആണോ? ഇനി ഇൻ കേസ് എൻ്റെ കയ്യിൽ ഗൂഗിൾ പേ ഉണ്ടായിരുന്നെന്ന് വെച്ചു. അപ്പോൾ എൻ്റെ ഗൂഗിൾ പേയിലെ ക്യാഷ് എന്താണെന്ന് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബസ് ടിക്കറ്റ് ആണോ എന്നും കൂടി ചെക്ക് ചെയ്യേണ്ടേ. അപ്പോൾ മൾട്ടിപ്പിൾ കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ മൾട്ടിപ്പിൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാനായിട്ട് ഈ ഒരു കേസിൽ പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന പുതിയ ആളാണ് ആര്? ഇഫ് എൽസ് ഇഫ് എന്ന് പറയുന്ന സംഭവം. ഇഫ് എൽസ് ഇഫ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ എൽസ് എഴുതിയില്ലേ, അതിൻ്റെ കൂടെ ഒരു ഇഫും കൂടി ഇട്ടിട്ട് നമുക്ക് അവിടെ എന്തെടുക്കാം? കണ്ടീഷൻ എടുക്കാം. നേരത്തെ എൽസിൻ്റെ അവിടെ കണ്ടീഷൻ നമുക്ക് എഴുതാൻ പറ്റില്ല. ഒരിക്കലും എൽസിൻ്റെ അവിടെ കണ്ടീഷൻ എഴുതാൻ പറ്റത്തില്ല. ഇഫ് എന്ന് എവിടെ കാണുന്നു അവിടേക്ക് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടീഷൻ എഴുതാം. അപ്പോൾ ഇഫ് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുക, ആ കണ്ടീഷൻ ട്രൂ ആയില്ലെങ്കിൽ എന്ത് ചെയ്യുക? അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ നമ്മൾ എങ്ങോട്ട് പോകും? എൽസ് ഇഫിൻ്റെ അകത്തോട്ട് പോകും. അവിടെ ഞാൻ എന്തോ പറയുന്നത്? എൻ്റെ ഗൂഗിൾ പേയുടെ എമൗണ്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബസ് ടിക്കറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇനി അതിന് ഞാനൊരു റേറ്റ് കൊടുക്കുന്നു. ഗൂഗിൾ പേയുടെ അകത്ത് എനിക്ക് 20 രൂപ ഉണ്ടായിരുന്നു എന്ന് വെച്ചു. ഗൂഗിൾ പേയുടെ അകത്തുള്ള എമൗണ്ട് എത്രയാണ്? 20 ആണ്. അപ്പോൾ ഫസ്റ്റത്തെ കേസിലാണെങ്കിൽ 10 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബസ് ടിക്കറ്റ് ആണോ? അതായത് 10 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 15 ആണോ? അല്ല. അപ്പോൾ എന്ത് ചെയ്യത്തില്ല? ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. എൽസ് ഇഫ് നമ്മൾ മറ്റൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഗൂഗിൾ പേയുടെ എമൗണ്ട് എത്രയാണ്? 20 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 15 ആണോ? ആണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇതിൻ്റെ അകത്തോട്ട് കയറും. ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ നമ്മൾ എന്ത് പറയുന്നുണ്ട്? ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നത്. ഇനി എൻ്റെ ഗൂഗിൾ പേയുടെ അകത്ത് 5 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ കണ്ടീഷൻ എങ്ങനെ മാറും? ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടീഷൻ ചെക്ക് ചെയ്യും? 10 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 15 ആണോ? അല്ല. ഇതിൻ്റെ അകത്ത് കയറത്തില്ല. അടുത്ത കണ്ടീഷനിൽ വരും ഗൂഗിൾ പേ, അതായത് 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 15 ആണോ? അല്ല. ഇതിൻ്റെ അകത്തും കയറത്തില്ല. പിന്നെ എങ്ങോട്ട് പോകും? എൽസ് പാർട്ടിൻ്റെ അകത്തോട്ട് പോകും. വേണമെങ്കിൽ ഇവിടെ വീണ്ടും നമുക്ക് എൽസ് ഇഫ് പല പല കണ്ടീഷൻസ് എഴുതാം. ഇവിടെ ഞാനിപ്പോൾ എന്ത് എഴുതി? ഡയറക്റ്റ് എൽസ് പാർട്ട് എഴുതി. എന്തൊന്ന് കൊടുക്കാം? എനിക്ക് കനോട്ട് ട്രാവൽ എന്ന് കൊടുക്കാം, അല്ലേ? കാരണം കാശില്ല, ട്രാവൽ ചെയ്യാനായിട്ടുള്ള എമൗണ്ട് എൻ്റെ കയ്യിലില്ല. അപ്പോൾ എന്ത് ചെയ്യില്ല? ഗൂഗിൾ പേയിലും ഇല്ല, കയ്യിൽ ക്യാഷ് ആയിട്ടും ഇല്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. ഇനി എനിക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. എൽസ് ഇഫ് എൻ്റെ കൂട്ടുകാരനുണ്ട്, എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഫ്രണ്ടിൻ്റെ കയ്യിരിക്കുന്ന ക്യാഷ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബസ് ടിക്കറ്റ് ആണെങ്കിൽ ഓക്കെ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടുകാരൻ എനിക്കും കൂടി ടിക്കറ്റ് എടുത്ത് തരും. ക്യാൻ ട്രാവൽ. അപ്പോൾ കണ്ടോ, മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് എഴുതാം? ഇഫ് എഴുതിയിട്ട് എൽസ് ഇഫ് എന്നും പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? ഓരോരോ കണ്ടീഷൻസ് എഴുതി പോവാം. ഓക്കെ, ഇതാണ് എന്ത്? ഇഫ് എൽസ് ഇഫ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതിന് നമുക്ക് സിമ്പിളായിട്ട് ഇതിപ്പോൾ നമ്മുടെ കാൽക്കുലേറ്ററിൻ്റെ പ്രോഗ്രാം അല്ലേ, ഇതിന് തൽക്കാലം ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പ്രോഗ്രാം. അതായത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, ഇൻ്റെ മാർക്കെന്ന് ഞാൻ ഇനിഷ്യലൈസ് ചെയ്തേ ഉള്ളൂ. എന്നിട്ട് ഞാൻ മാർക്ക് സ്റ്റുഡൻറ്റിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നതെന്ന് വെച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? പ്രിൻ്റ് എഫ് കൊടുക്കും ആദ്യം, കാരണം അവർക്ക് മനസ്സിലാവണ്ടേ എന്താണ് സംഭവിക്കേണ്ടതെന്ന്. അപ്പോൾ ഞാൻ എന്ത് കൊടുത്തു? പ്രിൻ്റ് എഫ് എൻ്റെ മാർക്ക് എന്ന് കൊടുത്തു. ഇനി അടുത്തത് ഞാൻ എന്ത് ചെയ്യണം? യൂസറിൻ്റെ കയ്യിൽ നിന്ന് മാർക്ക് വാങ്ങണം. അതിന് എനിക്ക് ആരെ വേണം? സ്കാൻ എഫ് യൂസ് ചെയ്യണം. സ്കാൻ എഫ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻപുട്ട് യൂസറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സിൻസ് ഞാൻ നമ്പറാണ് വാങ്ങുന്നത് കൊണ്ട് എന്ത് കൊടുക്കും? %d കോമ എന്ത് കൊടുക്കണം? നമ്മൾ എങ്ങോട്ടാണ് സ്റ്റോർ ചെയ്യാനുള്ളതെന്ന് കൊടുക്കണം. അതിനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഒരു പോയിന്റർ പോലെ ആംബർസൻഡ് മാർക്ക് എന്നും പറഞ്ഞു കൊടുക്കും. എന്നിട്ട് സെമി കോളൻ. അപ്പോൾ ഇവിടെ വെച്ച് എനിക്ക് എന്ത് കിട്ടി? മാർക്ക് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്തൊരു വാല്യൂ കിട്ടി. ഇനി ഞാൻ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ആകെയുള്ള ഇഫ് എൽസ് ബ്ലോക്ക് എഴുതണമെങ്കിൽ എന്ത് ചെക്ക് ചെയ്യാം? ഇഫ് എൻ്റെ മാർക്ക് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 45 ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിന്റ് എഫ് യു ഹാവ് പാസ്ഡ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എനിക്ക് എന്തേ കൊടുക്കാൻ പറ്റൂ? യു ആർ എ ഫെയിലിയർ എന്നേ കൊടുക്കാൻ പറ്റും. യു ആർ എ ഫെയിലിയർ അല്ല, യു ഹാവ് ഫെയിൽഡ് എന്നേ പറഞ്ഞേ കൊടുക്കാൻ പറ്റും. അതായത് ഉണ്ട്, ഒരൊറ്റ കണ്ടീഷനെ ചെക്ക് ചെയ്യുന്നുള്ളൂ. മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 45 ആണെങ്കിൽ എന്തായി? നിങ്ങൾ പാസ്സായി. അല്ലെങ്കിൽ എന്താണ്? നിങ്ങൾ ഫെയിലായി. പക്ഷെ അങ്ങനെയാണോ നമ്മുടെ മാർക്കിംഗ് സിസ്റ്റം വരുന്നത്?
അല്ല, നമ്മൾ എന്ത് ചെയ്യും, ഗ്രേഡുകൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ലെസ് ദാൻ 45 വന്നാൽ ഓക്കെ, ലെസ് ദാൻ 45 വന്നാൽ നിങ്ങൾ എന്തായി, ഫെയിലായി. ഓക്കെ, പക്ഷേ ബാക്കി നമ്മൾ എന്തൊക്കെ ചെക്ക് ചെയ്യും, നമുക്ക് ഓരോ മാർക്കിനനുസരിച്ച് നമ്മൾ എന്തെന്ന് കൊടുക്കും, ഓരോ ഗ്രേഡ് കൊടുക്കും. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു 2 ഗ്രേഡ് എഴുതുകയാണ്. ഓക്കെ, എൽസിഫ് ഞാനൊരു കണ്ടീഷൻ എഴുതുകയാണ്. എൻ്റെ മാർക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ലെസ് ദാൻ 45 ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ലെസ് ദാൻ 45 അല്ല, അപ്പോൾ മാർക്ക് ഗ്രേറ്റർ ദാൻ 45 ആൻഡ് മാർക്ക് ലെസ് ദാൻ 60 എന്ന് പറയുന്ന രീതിയിൽ കണ്ടീഷൻ എഴുതാം. ഓക്കെ, അപ്പോൾ അതായത് എന്താണ്, മാർക്ക് 45-ന് മുകളിലും ആണ്. ഓക്കെ, 45-ന് മുകളിലും ആണ്, പക്ഷേ ലെസ് ദാൻ 60 ആണ്. അപ്പോഴത്തേക്കുള്ള ഞാൻ എന്തോന്ന് എഴുതും, അപ്പോഴത്തേക്കുള്ള കണ്ടീഷനിൽ ഞാൻ എന്ത് പാസോ, യു ഹാവ് പി ഗ്രേഡ്. അതായത് മാർക്ക് 45-നും 60-നും ഇടയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് എന്തെന്ന് കൊടുക്കാം, യു ഹാവ് പി ഗ്രേഡ് എന്നും പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ ഇനി അടുത്തൊരു കണ്ടീഷൻ, പി ഗ്രേഡ് മാറ്റിയിട്ട് അടുത്ത ഒരു എന്താണ് ഗ്രേഡ് കൊടുക്കാൻ പോവുകയാണ്. എൽസിഫ് മാർക്ക്, ഓക്കെ ഞാനത് ഫുൾ അങ്ങ് അടിച്ചു പോകാം. എൽസിഫ് മാർക്ക് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 16 ആൻഡ് മാർക്ക് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 75 ആണെങ്കിൽ എന്തെന്ന് കൊടുക്കാം, സി ഗ്രേഡ്. അപ്പോൾ നമുക്ക് കണ്ടോ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്താൽ ഓക്കെ, എൻ്റെ അടുത്ത് എന്ത് ചോദിച്ചിട്ടുണ്ട്, മാർക്ക് എൻ്റർ ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ എത്ര കൊടുത്തു, മാർക്ക് 64 എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് പിക്ക് ശേഷമുള്ള ഗ്രേഡ്, അതായത് സി ഗ്രേഡ്. യു ഹാവ് സി ഗ്രേഡ്. ഞാൻ ഒന്നും കൂടി റൺ ചെയ്യുന്നു. ഒന്നും കൂടി റൺ ചെയ്തിട്ട് ഞാൻ മാർക്ക് കുറച്ചുകൂടി ഹയർ ആയിട്ട് കൊടുക്കുന്നു, സംതിങ് ബിറ്റ്വീൻ 84. ഓക്കെ, 83 എന്നും പറഞ്ഞൊരു മാർക്ക് കൊടുക്കുകയാണ് ഞാൻ. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ട് ഓക്കെ യു ഹാവ് ബി ഗ്രേഡ്. അപ്പോൾ കണ്ടോ പല പല കണ്ടീഷൻസ് അവർ ചെക്ക് ചെയ്യണം അല്ലേ. ഓരോ മാർക്ക് മാറുന്നതിനനുസരിച്ചും എന്ത് ചെയ്യുന്നു, ഓരോ കണ്ടീഷൻസാണ് വർക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ എൽസിഫിൻ്റെ അകത്ത് ഇത് ഇത്രയും ഇങ്ങനെ എഴുതി, ഇത് കൊടുത്തില്ലെങ്കിലും സാധനം എന്തായിരിക്കും, പ്രോപ്പറായിട്ട് വർക്കാവും. കാരണം നോക്കോ, ഫസ്റ്റ് അത് എന്ത് ചെക്ക് ചെയ്യും, മാർക്ക് ലെസ് ദാൻ 45 ആണോ എന്ന് ചെക്ക് ചെയ്യും. എന്നിട്ട് അത് ചെക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് എൻ്റർ ചെയ്തില്ലെങ്കിൽ എന്താണ് അർത്ഥം, മാർക്ക് 45-മല്ല 45-നേക്കാൾ ചെറുതുമല്ല എന്ന് ഓൾറെഡി ചെക്ക്ഡ് ആണ്. അപ്പോൾ ഞാൻ വീണ്ടും ഓരോ തവണയായിട്ട് പോയി എന്ത് ചെയ്യേണ്ട, കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട. അപ്പോൾ ഞാൻ നേരത്തെ കൊടുത്ത അതേ ഇൻപുട്ടുകൾ വീണ്ടും കൊടുക്കാൻ പോവുകയാണ്, 62-ഉം 83-യും. അപ്പോൾ എനിക്ക് ഔട്ട്പുട്ട് എന്താ കിട്ടുന്നതെന്ന് നോക്കാം. 63 എടുത്തു, യു ഹാവ് സി ഗ്രേഡ്. ഓക്കെ, നേരത്തെ പോലെ 83 എടുത്തു, അപ്പോൾ എന്ത് കിട്ടും, ഓക്കെ സോറി ഞാൻ റൺ ചെയ്തില്ല. ഓക്കെ, വീണ്ടും മാർക്ക് എൻ്റർ ചെയ്യാനായിട്ട് ചോദിക്കുന്നു. ഞാൻ എത്ര കൊടുത്ത നേരത്തെ, 83 കൊടുക്കുമ്പോൾ യു ഹാവ് ബി ഗ്രേഡ്. അത് റിമൂവ് ചെയ്തിട്ട് ഇത് വർക്കാവുന്നതിൻ്റെ കാരണം എന്താണ്, ഓൾറെഡി ഞാൻ ഒരു തവണ ചെക്ക് ചെയ്യുന്നുണ്ട് മാർക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 45 ആണോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എൻ്റർ ചെയ്തില്ലെങ്കിലുള്ള അർത്ഥം എന്താണ്, മാർക്ക് എങ്ങനെ പോയാലും 45-നേക്കാൾ മേലുള്ള നമ്പറാണ്. അപ്പോൾ അത് വീണ്ടും എനിക്കിവിടെ എന്താ, മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 45 ആൻഡ് മാർക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16 എന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണോ? ഇങ്ങനെ എഴുതിയാലും എന്ത് ചെയ്യും, കോഡ് വർക്കാവും. അപ്പോൾ ഇതാണ് ജസ്റ്റ് ഒരു ഇഫ് എൽസ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നതിന് ഒരു എക്സാമ്പിൾ. ഓക്കെ, ഇത്രയേ ഉള്ളൂ.